ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എവിടെ പള്ളി രാവിലെ ഫുഡ് കഴിച്ചാൽ കുറച്ചധികം മന്തിപ്പം കുഞ്ഞുമണി. ഗൈസ്, വീണ്ടും പണിവാളി എല്ലാം ചെയ്തു. രണ്ടാമത് തിരിച്ചു പോയിട്ട് വന്നപ്പോൾ ചെരുപ്പ് മാറാൻ മറന്നുപോയി. ബൈ ബൈ. മോനെ ചോറ് വന്നേ. ഹലോ, എണീറ്റ് വാ വാ അമ്മൂസ് വാ, പള്ളി പോവാ. വാ, എന്നിട്ട് ഒരുങ്ങണം. വാ, അമ്മ ഒരുങ്ങി വാ. ഓഫ് ആക്കുക. വാ വാ വേഗം വാ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് അമ്മൂസ് വാ. മുട്ടൻ രാവിലെ അമ്മ ക്യാമറ ആയിട്ട് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അമ്മൂസേ കാണിക്കണ്ട, മൂടിക്കോ. ഗൈസ്, ഞങ്ങൾ നമ്മുടെ ഈ ഫേസിലും കാണുമോ? അമ്മൂ നീ മേക്കപ്പ് ഇട്ടിട്ടില്ല. നോ നോ. ഹലോ 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 ഹലോ. അപ്പൊ എന്നെ രാവിലെ പള്ളി പോടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എവിടെ പള്ളി രാവിലെ പോകണം. നോയമ്പൊക്കെയാണ്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുറച്ച് വെളിയിൽ നിന്ന് ഇന്ന് രാവിലെ വെളിയിൽ നിന്നാണ് ഫുഡ്. ഇന്ന് രാവിലെ ഇന്ന് കിച്ചൺ അടവാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസം കിച്ചൺ വല്ലപ്പോഴും ഒക്കെ അടയ്ക്കാറുള്ളൂ. അപ്പം ഇന്ന് രാവിലെ പള്ളിയിൽ പോകണം. പള്ളിയിൽ എത്ര മണിക്കാണ് കുർബാന? പള്ളിയിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഗൈസ്. അങ്ങനെയല്ല കേട്ടോ. 7:30 സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ സമയം 7:00 ഗൈസ്, ഓൾറെഡി 7:00 ഇന്ന് അവിടെ ചെല്ലുമ്പോൾ. അപ്പം റെഡി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇന്നലെ കിടന്നപ്പം ഒരു പാർട്ടി ഇവിടെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കിടന്ന വിളിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഡോർ തുറന്നിട്ടില്ല. സോന ആടെ ദേ അമ്മൂസ് ഇവിടെ വന്ന് കിടക്കുന്നു. സോനാച്ചിയെ പള്ളിയിൽ പോകണ്ടേ? റെഡിയായ? റെഡിയാകുന്ന കട്ടിലേ എണീറ്റ്. നീ എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്ന മൂട്ട? എപ്പോഴാ? ഓക്കെ, എന്നാ വാ പോവാം. സോനാച്ചി റെഡിയാവും? ഗൈസ്, ഇന്ന് നമ്മളെ കുഞ്ഞുമണിയാണേ. ഞങ്ങളിപ്പോൾ 2-3 മാസമായി ഞങ്ങളായി കിട്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ 8:30 ആകുമ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ നേരത്തെ പോവല്ലേ, പള്ളിയിൽ പോവല്ലേ. അപ്പം ഞാൻ കൊടുത്തേക്കാന്ന് വെച്ചു. വരുമ്പോൾ ലേറ്റ് ആകും. കുഞ്ഞുമണി, ഈ കുഞ്ഞുമണി ഇത് മുത്ത് ഫുഡ് കഴിച്ചാൽ കുറച്ചധികം മന്തിപ്പം. കുഞ്ഞുമണി നോക്കാട്ടെ. ഓ, ഇത് പൊടിയായിരുന്നു. അപ്പം രാവിലെ എണീറ്റപ്പോഴേ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു പരിപാടിയാണ്. വൈകുന്നേരം നല്ല ഇഷ്ടംപോലെ സമയമുണ്ട്, എന്നാലും നമ്മൾ തേച്ച് വെക്കത്തില്ല. ഇപ്പം സമയം പോയി പള്ളിയിൽ പോകാനായിട്ടുള്ളത്. രാവിലെ എണീറ്റ് നോക്കിയപ്പം ഒറ്റ ഷർട്ട് തേച്ചതില്ല. അയൺ ചെയ്യാൻ കൊടുത്ത് ഷർട്ടിട്ട് വന്നിട്ടുമില്ല. ഇപ്പം നമ്മൾ തന്നെ ഇരുന്ന് ഏറ്റവും മടിയുള്ളൊരു കാര്യം എനിക്ക് ഈ തേക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ധൃതി പിടിച്ചിപ്പോൾ തേക്കുമ്പോൾ ഇത് ശരിക്കും നൂരത്തുമില്ലേ. അപ്പം ഇതൊക്കെയാണ് ഇത് പ്രശ്നങ്ങൾ. രാവിലെ എണീറ്റുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. എണീറ്റായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. അവർ ഓൾറെഡി അവിടെ റെഡിയായെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തുടങ്ങും. റെഡിയായെന്ന് തേക്കട അങ്ങോട്ട് തേച്ചൊന്ന് ശരിയാക്കി തരാടാ. അങ്ങോട്ട് പോട്ടെ. ഇത് നല്ല ചൂട് വന്നു ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം റെഡിയായി. അങ്ങോട്ടാ സെറ്റായാ? പോവാം, പള്ളി പോവാം. സോനാജി അപ്പോൾ എല്ലാവരും ഗൈസ്, അപ്പം എല്ലാവരും റെഡിയായി. നമ്മളിനിയിപ്പം പള്ളിയിലോട്ടാണ്. രാവിലെ പള്ളിയിൽ പോയിട്ട് അതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമയം 8:30 നമ്മളൊരു
7:30 ആയപ്പോൾ ഇറങ്ങിയിട്ട് പുള്ളിയെല്ലാം കഴിഞ്ഞ് പടപടയുന്ന പരിപാടി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇറങ്ങി. ഇപ്പം ഞാനും പയ്യെ എൻ്റെ ചെരുപ്പെല്ലാം എടുത്തിട്ട് അയ്യോ ചെരുപ്പ് റെഡിയായിട്ടുണ്ട്. ചെരുപ്പ് എടുത്തു. ഇനി വണ്ടിയുടെ കീയ് ചെരുപ്പ് കയറിയില്ലല്ലോടാ. ഓക്കെ, ചെരുപ്പ് എടുത്തു. ഇനി വണ്ടിയുടെ കീ ലൈറ്റ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണേ. ഇത് കീ എടുത്തു ഇനിയിപ്പം എല്ലാം ഓഫ് ചെയ്യുക. ലൈറ്റെല്ലാം ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, അതും കൂടെ ഓഫ് ചെയ്യണമല്ലോ. താക്കോൽ എടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ നേരെ നീങ്ങുവാണ് ഗൈസ്. എല്ലാം റെഡിയായി. നമ്മുടെ പയ്യനാ കേട്ടോ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ തമ്പി ഹായ് സോൾട്ടാ നമ്മുടെ ചാനലുണ്ട്. അതാ വണ്ടി കയറിക്കോ. അൺലോക്ക് ചെയ്യാം. നേരെ നമ്മൾ പള്ളിയിലോട്ട്. ഇല്ല ബൈ ബൈ രാജമാ കമോൺ. രാജ ഇനി ഭാര്യയ്ക്ക് ഡോറ് തുറന്ന് അടച്ചു തന്നില്ലെന്ന് പറയരുത് കേട്ടോ. ഓക്കെ, അടച്ചിട്ടെ മോളെ, ഡോറ് അടച്ചോട്ടേടാ. ഈ വള്ളി വയറൊക്കെ എന്തുവാ ഓക്കെ ബൈ ഗൈസ്. വീണ്ടും പണിവാളി എല്ലാം ചെയ്തു. രണ്ടാമത് തിരിച്ചു പോയിട്ട് വന്നപ്പോൾ ചെരുപ്പ് മാറാൻ മറന്നുപോയി. ഇത് കണ്ടോ, കാലിലോട്ട് നോക്കൂ, വീട്ടിലിടുന്ന ചെരുപ്പ്. വീണ്ടും പോകണം തിരിച്ചു കയറി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. ചെരുപ്പ് മാറിയില്ല. ഇപ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ പോവുകയാണ് ചെരുപ്പ് എടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായേ. ലിഫ്റ്റിൻ്റെ പകുതിക്ക് വന്നിട്ട് തിരിച്ച് വീണ്ടും കയറി പോകുന്നു. നമ്മളിതേ പള്ളിയിലോട്ട് നീങ്ങുവാണ്. ഇനി കുറേ നേരമായി ഞാൻ പള്ളിയിലോട്ട് നീങ്ങാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് നീങ്ങാനായിട്ടുള്ള സെറ്റപ്പിലോട്ടൊക്കെ വന്നില്ല. അയ്യോ ചാർജ് പോയി, കീ പോയി. ഒരു മിനിറ്റ്, ഇതെല്ലാം അതെങ്ങനെയാണ് 100 കൂട്ടം സാധനങ്ങളാണ് കയ്യിൽ. വണ്ടിയുടെ കീ ഓക്കെ. അപ്പോൾ ഞങ്ങളിതേ പള്ളിയിലെത്തി കേട്ടോ. പള്ളിയിൽ ഏകദേശം തീരാറായി. ഞങ്ങൾ ആ സമയത്ത് നമുക്ക് ഇവിടെ എത്താൻ പറ്റി. പള്ളിയിൽ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും മലയാളികളാണ് കേട്ടോ. അപ്പം പള്ളിയിലെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് നല്ല ഫുഡും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെയുള്ള കുറേ പുതിയ മലയാളികളെയൊക്കെ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ പയ്യെ പള്ളിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പയ്യെ നീങ്ങുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഗൈസ്, അപ്പം ഞങ്ങൾ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ചെന്നപ്പം അച്ഛൻ ഞങ്ങളെ പൊക്കി. അച്ഛൻ ചോദിച്ചു എന്തുകൊണ്ട് പള്ളിയിൽ റെഗുലറായിട്ട് വരുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു അച്ഛാ ഞങ്ങളെല്ലാ പ്രാവശ്യം വരുന്നതാണ്. അത് പക്ഷേ അതിന് മുമ്പ് തന്നെ അച്ഛൻ പുതുമുഖങ്ങളെ കണ്ടപ്പോൾ അച്ഛൻ അതായത് നമ്മുടെ ഈ പള്ളിയിൽ മലയാളികൾ പുതിയ ഫാമിലീസ് വരുമ്പോൾ പരിചയപ്പെടുത്തും. അപ്പം പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷമാണ് പരിചയപ്പെടുത്തൽ. അപ്പം ഞങ്ങളെ ഇങ്ങനെ അച്ഛനിങ്ങനെ നോക്കിയിട്ട് പഴയതാണോ പുതിയതാണോ എന്ന് അച്ഛനൊരു സംശയം. കാരണം ഈ മുഖം പുതിയതായിട്ടും പറയാൻ പറ്റത്തില്ല, പഴയതെങ്ങാണ്ട് കണ്ടു പറഞ്ഞിട്ടുള്ളൂ, കാണാറില്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ അച്ഛൻ ചോദിച്ചു, രാജുവിന് ചോദിച്ചു അത് പുതിയതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഹസ്ബൻഡ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് രാജു മനസ്സിലായി അച്ഛൻ പറഞ്ഞു ഓക്കെ എല്ലാം ശരിയാണ്. ഇവന്മാരിവിടെ ഉള്ളത് തന്നെ. അപ്പോൾ ഇന്ന് പള്ളി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ചോദിച്ചു എടാ നീ പള്ളി കറക്റ്റായിട്ട് വന്നേക്കണം കേട്ടോ, എല്ലാ ഞായറാഴ്ച നീ പള്ളി കണ്ടിരിക്കണം. എൻ്റെ പേര് എഴുതി എടുത്തോട്ട് പോയിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവനെ പള്ളിയുടെ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്തേക്കണം കേട്ടോ, ഇവനെന്നും ഇനി പള്ളി വരണ്ട വരാതെ. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു പരിചയപ്പെട്ട് പുതിയ കുറച്ച് മലയാളി ഫാമിലീസിനെയും പരിചയപ്പെടാൻ പറ്റിയതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ ശരിക്കും പ്ലാൻ എങ്ങനെയായിരുന്നു അറിയാം, പള്ളി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം, വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്നെല്ലാം സന്തോഷത്തിലിരിക്കുകയായിരുന്നു. പക്ഷേ പള്ളി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് തന്നെ ഇന്ന് ഫുഡ് ഉണ്ടായിരുന്നു. നല്ല ചൂട് ദോശയും നല്ല പൂരിയും, അതായത് റെഡി അന്നേരം തന്നെ ചുട്ട് നമുക്ക് തരിക. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലായിരുന്നു ഫുഡ് കഴിച്ച്. പക്ഷേ നമ്മൾ പള്ളിയിലിരുന്ന് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഒന്നും കഴിച്ചില്ല. ഇച്ചിരി ഏറെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മോശമല്ലേ, അതുകൊണ്ട് ലിമിറ്റഡായിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മുടെ പരിപാടിക്കകത്തൊരു ചെറിയൊരു മാറ്റം വന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ കേട്ടല്ലോ എൻ്റെ മുടി ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റെഗുലറായിട്ട് പോകുന്ന കടയാണ് ഗ്രീൻ ട്രെൻഡ്സ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അവിടെ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് നമുക്ക് വേണ്ടി സ്ലോട്ട് അറേഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് അവരൊരു സ്ലോട്ട് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് എങ്ങനെ കളിച്ചാലും പള്ളിയുടെ അവിടുന്ന് ഈ ഗ്രീൻ ട്രെൻഡ്സിൻ്റെ അവിടെ വരെ എങ്ങനെ കളിച്ചാലും ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഫിക്സ് ചെയ്തോളൂ, ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് നല്ലോണം ടൈം എടുത്തു കേട്ടോ. അപ്പം
രാജി അതുവരേക്കും പോസ്റ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എന്നാ ചെയ്തു, അവളും അവളുടെ കുറച്ച് ത്രെഡിങ്ങും പരിപാടികളും അവളും പ്ലാൻ ചെയ്തു. ഞാനല്ല പോസ്റ്റ്, ഇവിടെ പോസ്റ്റ്. ആ എത്ര നേരം അപ്പം എന്തേ ഞങ്ങള് ഇനിയിപ്പം നേരെ ഇനി 1 മണിയായി. ഇനി ഒന്ന് ഫുഡ് കഴിക്കണം. ഒരു സൺഡേ അങ്ങനെ തീരുക കേട്ടോ. പോയിട്ട് ഇനി ഫുഡ് അടിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടോട്ടാണ്. അങ്ങോട്ടേൻ ഞങ്ങളിപ്പോൾ ഉള്ളത് സംഗീതാസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ കഴിക്കാറുള്ള ഒരു ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മീൽസ് സ്പെഷ്യൽ മീൽസ് എന്ന് പറയും. അപ്പോൾ ഇതിന് ഒരു 12 കറിയുണ്ട്, പിന്നെ ചീപ്സ്, പിന്നെ ജ്യൂസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കാണിച്ചു ഇങ്ങോട്ട് കാണാം. ഇങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം കാണിക്കും. ഞാൻ കാണിച്ചു തരാം. പൊറോട്ട ഓർഡർ ചെയ്യുമ്പോൾ എന്നെ കുറ്റാണ്. അതായത് എത്ര കൂട്ടം കറി ഉണ്ടെന്ന് പറഞ്ഞു? എത്ര കൂട്ടം കറി ഉണ്ടെന്ന് പറഞ്ഞു? 10. ഏത് ഒരു അവിയൽ ലുക്കില്ലേ ഇത്? ആ നല്ലതാണോ? എന്നാ കൊള്ളത്തില്ല? നല്ലതാണോ? ഈ സമയത്തോ ഏനടി അത്? വാട്ടർമെലൺ ജ്യൂസാ? സൂപ്പില്ലേ എന്നെ ജ്യൂസ് വെയിൽ കാലം ജ്യൂസ് അല്ല ഞങ്ങൾ ഇത് ഞങ്ങളുടെയാണ്. നിങ്ങളെന്താ എഴുതുന്നതല്ല? നിങ്ങൾ വേറെ അല്ല ഓർഡർ ചെയ്തിരിക്കുന്നത്? മോനെ ചോറ് വന്നേ, കറി ഇട്ടില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എന്നാ നമ്മൾ ചെയ്യാൻ പോകുന്നറിയോ? ഇതിനകത്തോട്ട് നമ്മൾ നെയ്യ് ഊറ്റും. അയ്യോ നെയ്യല്ല, പൊടി. ഇവിടുത്തെ ഒരു അടിപൊളി സാധനമാണ്, ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി നെയ്യ് നീ വേണ്ട, ഞാൻ കഴിച്ചു. വേണോ? ഞാൻ നോക്കട്ടെ. ഹലോ ഗൈസ്, നല്ല ക്ഷീണത്തിലാണ്. നല്ല ഫുഡ് അടിച്ചിട്ട് നല്ല ഒരു ഉറക്കത്തിൻ്റെ ഒരു ഫീൽ വരുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തെ നല്ല അടിപൊളി ഊണായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഇപ്പം സമയം കറക്റ്റ് 2 മണിയായി, പാതി കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകുന്നു. നെയ്യും സാമ്പാർ അല്ല, ചോറും നെയ്യും പൊടിയൊക്കെ ഇട്ടുള്ള ഒരു പിടുത്തത്തിൽ നല്ല ഒരു ഉറക്കത്തിൻ്റെ ഒരു ഫീൽ വരുന്നുണ്ട്. നേരെ ഇവിടെ നമുക്കൊരു 15 മിനിറ്റ് ഉണ്ട് വീട്ടിലോട്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നല്ല ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. സോനാച്ചി ഉച്ചയ്ക്ക് പുറയിലുണ്ട്. അപ്പം നല്ല ഇവിടുത്തെ ഒരു നല്ല ചായക്കടയാണിത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല ചൂടോടെ അലുവയൊക്കെ നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല സെറ്റപ്പ് ഒരു കടയാണ്. അപ്പം ഞങ്ങളിപ്പം അവിടെ വന്ന് നമ്മുടെ അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമുണ്ട്. എന്നാലും നമ്മൾ മറ്റേ മോലാൽ പറയുന്ന പോലെ എന്നാ അതിൻ്റെ ചായയുടെ ഉയരം കൂടും ദൂരം, അത് ഉയരം കൂടുന്നുണ്ട്. ഇത് ദൂരം കൂടും തോറും ചായയുടെ സ്വാദ് കൂടും. ഓക്കെ, അപ്പോൾ ഇതേ ഞങ്ങൾ ശരിക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. വട വേണോ? വട
ഏ ആ വേണോ ആ വേണം നല്ല ചൂട് അമ്മൂട്ടൻ മോട്ടർ വേണോ വേണോ എല്ലാവർക്കും വേണം. മുട്ടനായിട്ട് വേണ്ടി ഓക്കേ എന്താ പറയാ അതിൻ്റെ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു. അല്ല ഇടയ്ക്കൊന്ന് വന്നായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ അടുത്ത പരിപാടിക്ക് പിന്നെ പോയതാ എന്നെ പരിപാടി ഒന്നും കൂടെ പറ കാപ്പുടി. ഞാൻ വീട്ടിൽ വരാന്ന് പറഞ്ഞ അപ്പൊ അപ്പ പറ പുറത്ത് കുടിക്കാം. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി ഈ കാപ്പുടിയോട് തീരുകയാണ്. നിനക്ക് വേണ്ടായിരിക്കും കാണിക്കുന്നുണ്ട് ഈ വെള്ളത്തിന്റെ. അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും നല്ല വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ ലൈറ്റ് സോണ കണ്ണൂടാ. ബൈ.